വാർത്തയിലേക്ക് വിശദമായി. കെ സുധാകരനെ പ്രതിക്കൂട്ടിലാക്കി കോൺഗ്രസ് നേതാവിന്റെ ആവേശ പ്രസംഗം. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പോലീസിനെ വിരട്ടിയാണ് കെ സുധാകരൻ എഫ്ഐആർ ഇടിച്ചതെന്ന് BRM ഷഫീർ. പി ജയരാജനെയും ടി വി രാജേഷിനെയും പ്രതിയാക്കിയതിന് പിന്നിലും കെ സുധാകരനെന്നും ഷഫീർ. കേസിൽ CBI അന്വേഷണത്തിനായി കെ സുധാകരൻ ഡൽഹിക്ക് പോയെന്നും ഷഫീർ പറഞ്ഞു. കെ സുധാകരനെ കള്ളക്കേസിൽ കുടുക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ വെച്ചായിരുന്നു വിവാദ പ്രസംഗം. അരിയിൽ ഷുക്കൂറിനെ കൊന്നുതള്ളി ഈ മനുഷ്യനെടുത്ത് പോരാട്ടം ഉമ്മയെ ചേർത്ത് പിടിച്ചു. ആ കുടുംബത്ത് പോയി പോലീസിനെ വരട്ടി എഫ്ഐആർ അടിച്ചു. CBIക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി നിയമ പോരാട്ടം നടത്തി. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങിക്കൊടുക്കാതെ അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ ജയരാജനും രാകേഷും പ്രതിയായിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരന്മാരെ, അതിന്റെ പുറകിൽ ഈ മനുഷ്യന്റെ വിയർപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും അറിയണം. അരിയിൽ ഷുക്കൂറിനെ കൊന്നുതള്ളി ഈ മനുഷ്യനെടുത്ത് പോരാട്ടം ഉമ്മയെ ചേർത്ത് പിടിച്ചു. ആ കുടുംബത്ത് പോയി പോലീസിനെ വരട്ടി എഫ്ഐആർ അടിച്ചു. CBIക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി നിയമ പോരാട്ടം നടത്തി. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങിക്കൊടുക്കാതെ അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ ജയരാജനും രാകേഷും പ്രതിയായിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരന്മാരെ, അതിന്റെ പുറകിൽ ഈ മനുഷ്യന്റെ വിയർപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും അറിയണം. കണ്ണൂരിൽ ജില്ലാ UDF കമ്മിറ്റി ആഹ്വാനം ചെയ്ത പൊതുയോഗത്തിലായിരുന്നു ഈ പരാമർശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പുനരന്വേഷണം വേണമെന്ന് പി ജയരാജൻ ആവശ്യപ്പെട്ടു. കേരള പോലീസിനെയും CBIയെയും കെ സുധാകരൻ സ്വാധീനിച്ചു. BJP ഭരണത്തിലും സുധാകരന് സ്വാധീനമുണ്ട്. രാഷ്ട്രീയ വേട്ടയാടലാണെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. അരിയിൽ കേസിൽ എന്നെയും അന്ന് MLA ആയിരുന്ന ടി വി രാജേഷിനെയും കേസിൽപ്പെടുത്താൻ വേണ്ടി അന്നത്തെ മന്ത്രിയെ വിരട്ടിയിട്ടാണ് FIR ഇട്ടത് എന്നതാണ്. അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വിരട്ടിയിട്ടാണ് ഉൾപ്പെടുത്തിയത് എന്നാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചത്. CBI 2018 സെപ്റ്റംബർ മാസത്തിൽ കോടതിയിൽ കുറ്റപത്രം കൊടുത്തപ്പോൾ എൻ്റെ അടക്കം പേരിൽ 120B അഥവാ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയത്. അത് സുധാകരൻ ഡൽഹിയിൽ പോയി സ്വാധീനിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ സ്വാധീനം ചെലുത്തി. അന്ന് കോൺഗ്രസിൻ്റെ ഭരണം. CBI ഞങ്ങളെയൊക്കെ ഗൂഢാലോചന കേസിൽ പെടുത്തിയപ്പോൾ കേന്ദ്രത്തിൽ BJPയുടെ ഭരണം. ആ രണ്ട് ഭരണത്തിലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ് സുധാകരൻ എന്നാണ് KPCCയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയത്. ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം. PV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, കെ സുധാകരനെ ഉയിര് കൊടുത്തും സംരക്ഷിക്കും എന്നാണ് ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ BRM ഷഫീർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പോയതിന്റെ കൂട്ടത്തിൽ നടത്തിയ ചില പരാമർശങ്ങളാണ് ആ നേതാവിനെ തന്നെ കുടുക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കാനാണോ CPM ശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് ജയരാജൻ? രേണുക, ഉരുകൊടുത്ത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ BRM ഷഫീർ വാവിട്ട വാക്കിലൂടെ സുധാകരനെ വീണ്ടും കുടുക്കിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ BRM ഷഫീർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ BRM ഷഫീർ, ഉയിര് കൊടുത്തും KPCC അധ്യക്ഷനെ സംരക്ഷിക്കും എന്നതായിരുന്നു താങ്കൾ ആ യോഗത്തിൽ പറഞ്ഞത്. പക്ഷെ താങ്കളുടെ വാക്കുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് കുരുക്കായി മാറുന്ന സാഹചര്യമാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതെ, ഈ സന്ദർഭത്തിൽ നടത്തിയെടുത്താണ് ചർച്ച ചെയ്തത്. യഥാർത്ഥത്തില് കണ്ണൂരിലെ യോഗത്തിൽ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് സന്ദർഭങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ സന്ദർഭം 2021 നടന്ന മൻസൂറിന്റെ കൊലപാതകം പാനൂർ. ആ മൻസൂറിന്റെ കൊലപാതകത്തിലെ പ്രതികളെ പിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നടത്തിയ പോരാട്ടം, അതാണ് ഞാനന്ന് ഓർമ്മിപ്പിച്ചത്. അതിൽ ശ്രീ കെ സുധാകരൻ വഹിച്ച പങ്ക്, പ്രതികളെ പിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. 2015-16 കാലഘട്ടത്തിലാണ് ഈ പറയപ്പെടുന്ന അരിയിൽ ഷുക്കൂറിന്റെ കേസ് വരുന്നത്. അവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തേണ്ടി വന്നിട്ടില്ല, ഒന്നുമില്ല. ആ ഉമ്മയ്ക്ക് മകന് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോയി. പിന്നീട് അതിനെതിരെ അപ്പീൽ മേൽ സുപ്രീം കോടതിയിൽ ആ ഉമ്മ പോയി. ആ ഉമ്മയുടെ മകന് നീതി കിട്ടുന്നതിന് വേണ്ടി യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CBI വരാൻ വേണ്ടി
അവർ നടത്തിയ പോരാട്ടത്തിന് എല്ലാ അർത്ഥത്തിലുള്ള സഹായവും ശ്രീ കെ സുധാകരൻ നൽകിയിട്ടുണ്ട്. അഥവാ അവർക്ക് നിയമ പോരാട്ടം നടത്താൻ അങ്ങനെ CBI വന്നതുകൊണ്ടാണ് അന്വേഷിച്ചിട്ട് അവസാനം പി ജയരാജൻ പ്രതിയായത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാനവിടെ പറഞ്ഞത്. അത് സന്ദർഭത്തിൽ നടത്തിയെടുത്ത് അത് പി ജയരാജനെ പ്രതിയാക്കാൻ വേണ്ടി BRM ഷഫീർ താങ്കൾ അതായിരിക്കും ഉദ്ദേശിച്ചത്, അതായിരിക്കും പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ പൊതുപ്രസംഗത്തിലൊക്കെ പ്രസംഗത്തിലൊക്കെ പറയുമ്പോൾ ആ ആവേശത്തിൽ പറഞ്ഞു പോയതായിരിക്കാം. പക്ഷേ താങ്കളുടേതായി ഇപ്പോൾ ഈ പ്രചരിക്കുന്ന വീഡിയോ താങ്കൾ കണ്ടിരിക്കുമല്ലോ. പ്രചരിക്കുന്നതുമായി ഒരു ബന്ധമില്ല. ഞാൻ പറഞ്ഞ കാര്യം കൃത്യമാണത്. നേതാക്കന്മാരുടെയും അണികളുടെയും സാന്നിധ്യത്തിലാണ് ഞാനത് പറയുന്നത്. രണ്ട് സന്ദർഭങ്ങൾ ഞാൻ ചേർത്ത് വെച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ സന്ദർഭം മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ 2021 വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതികളെ പിടിക്കാൻ പോലീസ് സ്റ്റേഷൻ ഉപരോധോൽപ്പെടെ നടത്തേണ്ടി വന്നു. ഇതിന് എത്രയോ മുമ്പ് നടന്ന അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ അദ്ദേഹത്തിന്റെ ഉമ്മ നടത്തിയ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടത്തിയ നിയമ പോരാട്ടം, അതിൽ CBI വന്നപ്പോഴാണ് പി ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രതിയായത്. അതിന് നടത്തിയ പ്രചോദനങ്ങൾ, ആ നിയമസഹായങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. BRM താങ്കൾ അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ, പോരാട്ടങ്ങൾ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നതായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചത്. പക്ഷെ താങ്കൾ പറഞ്ഞത് പോലീസിനെ ഭീഷണിപ്പെടുത്തി FIR ഇടിച്ചു എന്നതാണ്. അത് ഈ സംഭവമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം കൃത്യമാണ്. അത് ഞാൻ നിങ്ങളുടെ അപ്പോൾ ഈ പ്രചരിക്കുന്ന വീഡിയോ താങ്കളുടേതല്ലേ? ഒരു മിനിറ്റ്, നിങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടോ അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷൻ ഉപരോധമോ അവിടെ പോയി ഭീഷണിപ്പെടുത്തലോ നടത്തിയതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തോ എന്നറിയില്ല. പക്ഷെ താങ്കൾ പറയുന്ന വാചകത്തിൽ ഇല്ലല്ലോ. അവിടെ കെ സുധാകരൻ പോലീസിനെ ഭീഷണിപ്പെടുത്തി FIR ഇടിച്ചു എന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ FIR ഇടിക്കുന്നത് അത് ഏതെന്നറിയോ? അത് FIR ഇടിച്ച സംഭവം, പ്രതികളെ പിടിക്കുന്ന സന്ദർഭം പാലൂരിലെ മൻസൂറിന്റെ സംഭവമാണ്. ആ പ്രസംഗത്തിനകത്ത് കൃത്യമായി പറയുന്നത്. BRM ഷഫീർ താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ആ വീഡിയോയിലുണ്ട്. അത് താങ്കളുടേതാണെന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഞാൻ കൃത്യമായി പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്. അല്ല, ഇത് താങ്കളുടെ വീഡിയോ ആണല്ലോ. ഇനിയിപ്പോൾ താങ്കൾ ഉദ്ദേശിച്ചത് അതല്ല എങ്കിൽ താങ്കൾക്ക് അങ്ങനെ പറയാമല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്, അതല്ല ഉദ്ദേശിച്ചത്. അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ സംഭവം ഇത്രയേ ഉള്ളൂ. മൻസൂർ എന്ന് പറയുന്ന കേസിലെ പ്രതിയെ കേസില് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കോൺഗ്രസ് നടത്തിയ പോരാട്ടം കെ സുധാകരനാണ് അത് നടത്തിയത്. അതിനുശേഷം അതിന് എത്രയോ മുമ്പാണ് അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ CBI അന്വേഷണം ഉണ്ടായിരുന്നോ? ഇല്ല, അതില്ല. പക്ഷെ പോലീസിനെ വിരട്ടി FIR ഇടിച്ചു, CBI അന്വേഷണത്തിന് കേന്ദ്രത്തിൽ അവിടെ പോയി എന്നതുൾപ്പെടെ താങ്കൾ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിക്കാം. വേണ്ട, അതിനു മുമ്പ് നിങ്ങൾക്ക് 1 മണിക്കൂർ പ്രസംഗം നിങ്ങൾ നമുക്ക് ഒരുമിച്ചിട്ട് കേൾക്ക്. അത് കേൾക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവും. മൻസൂർ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് പറഞ്ഞു നിർത്തിയിട്ടാണ് അരിയിൽ ഷുക്കൂറിന്റെ കേസ് പറയുന്നത്. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ ഏത് കേസായാലും, ഏത് കൊലക്കേസിന്റെ കാര്യത്തിലായാലും പോലീസിനെ വിരട്ടി FIR ഇടിച്ചു കെ സുധാകരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു പ്രസ്താവന അല്ലല്ലോ. ഏത് കേസിലായാലും അത് പാടില്ല. അതുകൊണ്ട് ഇതല്ല, അതാണ് കേസ് എന്ന് പറഞ്ഞാൽ പോലും അത് കെ സുധാകരനെ വെട്ടിലാക്കുന്ന പ്രസംഗമാണ്. ഞാൻ ഒരു കാര്യം പറയാം, അദ്ദേഹത്തിനെ വെട്ടിലാക്കുന്ന ഒന്നുമല്ല. അതിനകത്ത് ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് പറയാമല്ലോ, പറഞ്ഞുപോയി, അറിയാതെ പറഞ്ഞുപോയി, അല്ലെങ്കിൽ വീണുപോയി. അറിയാതെ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതും നിങ്ങൾ ഉദ്ദേശിച്ചത് തമ്മിൽ വ്യത്യാസമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചതിന്റെ വിഷയമാണെന്നിരിക്കട്ടെ. ഇപ്പോൾ പി ജയരാജൻ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അദ്ദേഹം പുനരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. അതുവഴി നീങ്ങാൻ ശ്രമിക്കുകയാണ്. MM മണി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ കേസ് നടപടികളും ഒക്കെ ഉണ്ടായത് അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി കേസുകൾ അഭിമുഖീകരിക്കുന്ന KPCC അധ്യക്ഷന് പുതിയ കേസ് നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ അങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് നടത്തിയ പ്രസംഗമാണ്. ഞാൻ അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ പി ജയരാജനെ പ്രതിയാക്കിയത് സുധാകരനാണെന്നോ അല്ലെങ്കിൽ രാജേഷിനെ പ്രതിയാക്കിയ സുധാകരനെന്നോ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാണ്. അവിടെ മൻസൂർ എന്ന് പറയുന്ന ആളിന്റെ കേസിൽ പ്രതി ചേർക്കപ്പെടാതിരുന്നപ്പോ FIR ഇടുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരു പോരാട്ടവും സമരവും നടത്തിയിട്ടുണ്ട്. ആ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു, സ്മരിച്ചു. ഉമ്മ നടത്തിയ നേതൃത്വത്തെ അപകടത്തിൽപ്പെടുത്തുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം താങ്കളായി പറയില്ല. അങ്ങനെ ഒരു നേതാവല്ല. താങ്കളുടെ എത്രയോ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടിരിക്കുന്നു. എത്രയോ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ പാർട്ടിയെ രക്ഷിക്കാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് താങ്കൾ, അതറിയാം. അപ്പോൾ ഇതൊരു അബദ്ധം പറ്റിപ്പോയതാണെങ്കിൽ താങ്കൾക്ക് അത് പറയാമല്ലോ. അബദ്ധം പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതല്ല. രണ്ട് സന്ദർഭങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞപ്പോൾ ഉണ്ടായ ഇതാണ് ഞാൻ ഉദ്ദേശിക്കാത്ത വന്നിരിക്കുന്നത്. പറയാം. ഇപ്പോൾ എന്തായാലും പി ജയരാജൻ നിയമ നടപടിക്ക് പോവുകയാണ്. താങ്കളുടെ അതിലുള്ള പ്രതികരണം എന്താണ്? എന്താ താങ്കളുടെ നിയമ നടപടി നടത്തിക്കോട്ടെ. അരിയിൽ
കേസിൽ എങ്ങനെയാണ് CBI വന്നത്? അതിനു വേണ്ടിയിട്ട് ആ ഉമ്മ നടത്തിയ പോരാട്ടം, ഹൈക്കോടതിയിൽ പോയി, അതിന്മേൽ അപ്പീൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയിട്ട് വീണ്ടും നടത്തിയ പോരാട്ടങ്ങൾ, അതിന്മേൽ സർക്കാരിന്റെ വാദങ്ങൾ, ലക്ഷോപലക്ഷം രൂപ കൊടുത്ത് കേസിൽ ഡൽഹിയിൽ നിന്ന് വക്കീലന്മാര് വന്ന സന്ദർഭങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ CBI അന്വേഷിച്ചിട്ട് പ്രതിയാക്കപ്പെട്ടത്? കേരള സമൂഹത്തിന് മുന്നിൽ ഉള്ളതാണ്. പക്ഷേ BRM ഷഫീർ എന്ന നേതാവ് ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറഞ്ഞത് അതല്ല. രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ BRM ഷഫീർ എന്ന നേതാവ് പറഞ്ഞത് അതല്ല. പോലീസിനെ ഭീഷണിപ്പെടുത്തി കെ സുധാകരൻ ഇടിച്ച FIR എന്നതാണല്ലോ. ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ താങ്കളുടെ ഞാൻ പറഞ്ഞ സന്ദർഭം വേറെയാണ്, നിങ്ങൾ ഇപ്പൊ പറയുന്നത് വേറെയാണ്. അപ്പോൾ ഈ വീഡിയോ താങ്കളുടേതല്ലേ? ഞാൻ രണ്ട് സംഭവങ്ങളാണ് എടുത്തു പറഞ്ഞത്. ഒന്ന് മൻസൂറിന്റെ കൊലപാതകം, കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭം. രണ്ട് അരിയിൽ ഷുക്കൂറിന്റെ ഉമ്മ നടത്തിയ നിയമപരമായ പോരാട്ടത്തിന് കേസ് കൊടുത്ത പ്രചോദനങ്ങളും പിന്തുണകളും. ഈ രണ്ട് കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പ്രസംഗത്തിൽ വന്ന കാര്യം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ കാര്യം ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഒരു കാര്യം കൂടി, ഇവിടെ ഇപ്പോൾ ആ യോഗത്തിൽ താങ്കളുടെ പ്രസംഗം കേട്ട് സുധാകരന്റെ കണ്ണ് നിറഞ്ഞു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ആവേശത്തിലായിരുന്നു താങ്കൾ അവിടെ സംസാരിച്ചത്. കെ സുധാകരന്റെ പാർട്ടിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളുടെ സംഭാവനകൾ ചൂണ്ടിക്കാട്ടി ഈ സംഭവം ഇപ്പോൾ ജയരാജൻ ഇതിനുശേഷം KPCC അധ്യക്ഷന് താങ്കളെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തോ? ഓക്കെ, താങ്ക് യു. KPCC അധ്യക്ഷനെ വിളിച്ചു, അതിനുകൂടി മറുപടി ഇല്ല. അദ്ദേഹം ടെലിഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, BRM ഷഫീറിന് പറയാനുള്ളത് ഇതാണ്, മറ്റൊരു സാഹചര്യത്തെ ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യമാണ് എന്നതാണ്. അത് എങ്ങനെയാ മറ്റൊരു കേസിന്റെ കാര്യത്തിലായാലും അതെങ്ങനെ നിലനിൽക്കും? അങ്ങനെ പറയാമോ? അതും കൊടുക്കുന്ന കാര്യമല്ലേ എന്നൊന്നും ഉള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി ഇല്ല. പക്ഷേ ഇത് തിരുത്താനും തയ്യാറല്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് കോൺഗ്രസിൽ വലിയ പ്രശ്നമായി മാറുമോ? രേണുക, പറഞ്ഞില്ലെന്ന് പറയാനും പിന്നീട് മാറ്റിപ്പറയാനും ചില രാഷ്ട്രീയ നേതാക്കൾക്കുള്ള കഴിവ് അപാരമാണ്. അത്തരമൊരു പ്രസ്താവനയെ മാത്രമേ BRM ഷഫീർ ഇപ്പോൾ നമ്മോട് നടത്തിയ ഇപ്പോഴത്തെ ഒരു വിശദീകരണത്തെ കാണാൻ കഴിയൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്, കേരളം മുഴുവൻ കേട്ടതാണ്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ അതിൽ തൻ്റെ KPCC അധ്യക്ഷൻ കുടുങ്ങുമെന്നുറപ്പായപ്പോൾ സ്വാഭാവികമായും മറ്റു വഴികളില്ല BRM ഷഫീർ മുന്നിൽ. അതിൻ്റെ അത്തരമൊരു പ്രതിരോധ തീർത്താകാം അദ്ദേഹം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇത് CPM വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നു. അതിന് തെളിവാണ് സംസ്ഥാന സമിതി യോഗത്തിൻ്റെ ഇടയ്ക്കിറങ്ങി വന്ന് P ജയരാജൻ മാധ്യമങ്ങളെ കണ്ട ഈ വിഷയത്തിൽ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഗൗരവത്തോടെ CPM അത് കാണുന്നു എന്ന് വ്യക്തമാണ്. P ജയരാജൻ്റെ മാത്രം ഒരു അഭിപ്രായമായി അതിനെ കാണാൻ കഴിയില്ല. അദ്ദേഹം CPM സംസ്ഥാന സമിതി യോഗത്തിൻ്റെ ഇടയ്ക്കിറങ്ങി വന്നാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത്. CPMൻ്റെ സംസ്ഥാന സമിതിയുടെ പൊതു ആവശ്യമായി ഇതിനെ കാണണം. സ്വാഭാവികമായും CPM അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് ആ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ. അതുകൊണ്ട് തന്നെ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പുനരന്വേഷണത്തിന് നിയമപരമായി എന്തെങ്കിലും ഒരു സാധ്യത, ഒരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അത് CPM സർക്കാരും പരിശോധിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പുനരന്വേഷണമുണ്ടാകും. BRM ഷഫീറിന്റെ വെളിപ്പെടുത്തൽ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന കേസിലടക്കം KPCC അധ്യക്ഷൻ അടക്കമുള്ള ഒരു പ്രതിയാക്കുമോ എന്ന കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വളരെ ഗൗരവത്തോടെ CPM ഇതിനെ കാണുന്നു. KPCC അധ്യക്ഷനെ വേദിയിലെത്തി അദ്ദേഹത്തിന് ഒരു കേസ് കൂടി. രാഷ്ട്രീയ നേതൃത്വം വേട്ടയാടുന്നു എന്നതാണ് കോൺഗ്രസ് പറയാൻ ശ്രമിക്കുന്ന കാര്യം. അക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ചേർന്ന യോഗത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരികയും മറ്റൊരു കേസിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യായം കോൺഗ്രസിന് ചൂണ്ടിക്കാട്ടാൻ പറ്റുമോ? അവരുടെ തന്നെ നേതാവ് പറഞ്ഞ കാര്യമായതുകൊണ്ട്. എന്താണ് അവരുടെ പ്രതിരോധം? ഇപ്പോൾ BRM ഷഫീർ പറഞ്ഞ പ്രതിരോധം അതേപടി നിലനിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം വളരെ ദുർബലമായ ഒരു പ്രതിരോധ വിശദീകരണം അദ്ദേഹം നടത്തിയത്. കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ രേണുക സൂചിപ്പിച്ച പോലെ നിരന്തരം പറയുന്നത് രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുടുക്കി നിശബ്ദരാക്കാൻ, അവരെ അടിച്ചമർത്താൻ ഭരണം, സ്വാധീനം CPM ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതേ ആരോപണമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് P ജയരാജൻ ഇവിടെ വന്ന് അന്നത്തെ സർക്കാരിനെതിരെ, അന്നത്തെ UDF സർക്കാർ ഉന്നയിച്ചത്. തങ്ങൾ ആ സ്ഥലത്ത് ഇല്ലാതിരുന്ന ആളുകളാണ്, തങ്ങൾ ആ കേസിൽ ഒരു ബന്ധവുമില്ലാതിരുന്ന ആളുകളാണ്. MLA ആയിരുന്ന TV രാജേഷിനെ തന്നെയും ആ കേസിൽ കുടുക്കിയത്. ഈ കേസ് നടക്കുമെന്നറിഞ്ഞിട്ടും, ഈ കുറ്റങ്ങൾ നടക്കുമെന്നറിഞ്ഞിട്ടും അതിനെ തടയാൻ ശ്രമിച്ചില്ല എന്ന വകുപ്പ് ചുമത്തിയാണ്. പിന്നീട് CBI വരുമ്പോൾ അത് ഗൂഢാലോചന കേസായി. രണ്ടിടത്തും കെ സുധാകരന്റെ സ്വാധീനമുണ്ട് എന്നാണ് BRM ഷഫീർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അന്വേഷണം വേണം. ഇവിടെ തങ്ങൾ ഇരയാണെന്ന വാദമാണ് P ജയരാജൻ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും നിയമപരമായി എത്രത്തോളം നിലനിൽക്കുന്ന കാര്യമൊക്കെ ആ നിയമ പരിശോധനയിൽ മാത്രമേ അറിയാൻ കഴിയൂ. ശരി, PV അരുണാണ്
വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസിനെ കുടുക്കിലാക്കുന്നതാണ് BRM ഷഫീറിന്റെ വാക്കുകൾ. കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഇടവേളയിലേക്ക്.